ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. നല്ല ഭംഗിയായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടുമാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് വിശദമായ വീഡിയോ കണ്ടു നോക്കാം. വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. എക്സ്റ്റീരിയറും നല്ല ഭംഗിയായി തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ തീമിൽ വരുന്ന ക്ലാഡിംഗ് വർക്കാണ് പില്ലറുകൾക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വുഡൻ വർക്ക്, ആ ഒരു വുഡൻ ടച്ചിൽ വരുന്ന വർക്ക് ഒരു GI പൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മുകൾ ഭാഗത്തായിട്ട്, ആ ഒരു ബാൽക്കണിയുടെ സൈഡിലായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മുകളിൽ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ കാണാം കേട്ടോ, വിശദമായി തന്നെ കാണാം. പിന്നെ ഒരു ഗ്രീൻ കളറും കൂടെ, ഒരു ഡാർക്ക് ഗ്രീൻ കളറും കൂടെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ പ്രൊജക്ഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പെയിൻറ്റിൻ്റെ വർക്ക് ചെയ്ത ആളുകളുടെ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല പ്രൊജക്ഷൻ വർക്കുകളും ഷോവാളും ഒക്കെ കൊടുത്തിട്ടാണ് വീടിൻ്റെ പുറം ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ നല്ല ഭംഗിയിൽ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ലൈറ്റുകളും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1940 കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് 1500 സ്ക്വയർ ഫീറ്റ് മുകളിലും വരുന്നുണ്ട്, അപ്സ്റ്റെയറിൻ്റെ ആ ഒരു പോർഷനിലും വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷോവാളിൽ ഇങ്ങനെ ആ ഒരു വുഡൻ ടച്ച് വരുന്ന ക്ലാഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതേ സെയിം ക്ലാഡിങ് തന്നെയാണ് ഈ ഒരു പില്ലറുകളുടെ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു പ്രൊജക്ഷൻ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് ഒരു ഷോവാൾ പോലെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പേസ്റ്റൽ കളറിൽ. പിന്നെ അതാ നല്ല നീളത്തിൽ ആ ഒരു സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ അത്രയും നീളം വരുന്ന രീതിയിലാണ് സ്റ്റെപ്പുകൾ വരുന്നത്. ഇവിടെ ഫ്ലോറിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ, ഡാർക്ക് കളർ തീമിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പൺ സിറ്റ് ഔട്ട് ആയതുകൊണ്ട് പ്രത്യേകം ഇരിപ്പിടങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ലോങ് ചെയർ, ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ. പിന്നെ അതാ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ പെബിൾസൊക്കെ കൊടുത്ത് പിന്നെ നെറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി തന്നെ നല്ല നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ബോർഡറിൽ ആ ഒരു ഗ്രിപ്പുള്ള ഗ്രാനൈറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ടാങ്കിൻ്റെ ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ എന്താ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഡോറിൽ പ്രൊഫൈൽ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഹോളി വേർഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, മാഷാ അല്ലാ എന്ന് എഴുതിയിട്ടുള്ള. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഡോറിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത്, വെൽക്കം ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാസേജിലോട്ടാണ് കേട്ടോ. ചെറിയൊരു പാസേജ് വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്താണ് ഹാളിൻ്റെ മെയിൻ ഹാള്, സെൻട്രൽ ഹാളൊക്കെ വരുന്നത്. എന്നിട്ട് ഈ ഒരു പാസേജിൻ്റെ ഈ ഒരു സൈഡിലോട്ടായിട്ട്, ഈ ഒരു റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഡോർ സെപ്പറേഷനൊന്നും വരാതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. സ്ക്വയർ ടൈപ്പിൽ ഒരു നല്ല രീതിയിൽ ഒരു എൻട്രൻസ് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അകത്തൊക്കെ ഫ്ലോറിങ് ആ ഒരു ഡാർക്ക് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു വാളിൽ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ 2 ലൈറ്റ് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു കാലിഗ്രാഫി ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഈ കോർണറിലോട്ടായിട്ടാണ് സെറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് സെറ്റിയാണ്. നല്ലൊരു ബ്ലൂ കളർ തീമിൽ, ഒരു പീക്കോക്ക് ബ്ലൂ കളർ തീമിലാണ് സെറ്റിയും അതിൻ്റെ ടീപ്പോയും എല്ലാം കൊടുത്തിട്ടുള്ളത്.
പിന്നെ ദാ ഈ ഭാഗത്തായിട്ട് നല്ല ഭംഗിയിലൊരു കാലിഗ്രാഫി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വശത്തും ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റുകളും കൂടെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ പിന്നെ ഇവിടെ വരുന്നത് ഈ ഒരു ഷെൽഫാണ് കേട്ടോ. നമുക്ക് ഷോ പീസുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു നോർമൽ ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് എന്നാൽ നല്ല സൗകര്യപ്രദമായിട്ടുമാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ പോർഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ സെൻട്രൽ ഹാള് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്ന രീതിയിൽ വലിയൊരു ഹാളായിട്ടാണ് ഈ ഒരു സെൻട്രൽ ഹാളിൻ്റെ പോർഷൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ മുകളിൽ വരുന്നുണ്ട്. ആ ഒരു ഡബിൾ ഹൈറ്റിൽ കൊടുത്തതിൻ്റെ അപ്സ്റ്റെയറിലെ ആ ഒരു ഹാളിൻ്റെ പോർഷനിലാണ് കേട്ടോ ഈ ഒരു റെയിലിംഗ് വരുന്നത്. അത് നമുക്ക് അവിടെ പോകുന്ന സമയത്ത് വിശദമായി കാണാം. ഇനിയിപ്പോൾ അതാ ഡൈനിങ് ടേബിളും ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം വലിയൊരു ഹാളായിട്ടാണ് ഈ ഒരു ഹാള് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഈ ഒരു ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാർബിൾ ടോപ്പോട് കൂടിയിട്ടുള്ള നല്ലൊരു ടേബിളും വുഡിൽ ചെയ്തിട്ടുള്ള ചെയറുകളുമാണ് കൊടുത്തിട്ടുള്ളത്. 6 സീറ്റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 8 സീറ്റിംഗ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ അതാ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറ് കാണാൻ കഴിയും. ഇവിടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. പുറത്തോട്ട് ഒരു പേഷ്യോ പോലത്തെ ഒരു ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പാടത്തോട്ടാണ് കേട്ടോ വ്യൂ വരുന്നത്. ഈ ഒരു GIയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ പാടത്തോട്ട് നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കൊട്ടത്തളം പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു പൈപ്പും ഒക്കെ വരുന്നുണ്ട്. അവിടെ ആ ഒരു ടൈലൊക്കെ കൊടുത്തിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നമുക്ക് ഒതു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാഷ് ബേസിൻ യൂണിറ്റൊക്കെ ഈ ഭാഗത്താണല്ലോ ടേബിൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ഒരു പേശയുടെ ഭാഗത്തായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവിടെ താഴെ സ്റ്റോറേജൊക്കെ വരുന്ന രീതിയിൽ നല്ലൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ലൂയിസ് പാനലിങ്ങും കൂടെ അതിനോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാളിൽ ഒരു നല്ലൊരു മിറർ യൂണിറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗി തന്നെ ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ല ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുത്തെ ഈ ഒരു വാൾ ഇങ്ങനെ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിൽ ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് കേട്ടോ കാണുന്നത്. മുകളിലുള്ള ഈ ഒരു വാൾ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വൈറ്റ് കളർ തീമിൽ ആ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം. നല്ല ഭംഗിയിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഇരിപ്പിടമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫാമിലി ലിവിങ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അതാ ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്നത് കിച്ചനാണ് കേട്ടോ. കിച്ചണിലോട്ടുള്ള എൻട്രൻസ് ആണ്. സ്റ്റെയറിൻ്റെ അടുത്തൊരു ഡോറ് കണ്ടത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട് കേട്ടോ താഴത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം കണ്ടു നോക്കാം. ബെഡ്റൂമിൻ്റെ ഫ്ലോറിങ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിലെല്ലാം കൊടുത്തിട്ടുള്ള പോലെ ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന രീതിയിലാണ് കേട്ടോ ബെഡ്റൂമൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ലൈറ്റ് കളർ തീം തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു വിൻഡോയുടെ ബ്ലൈൻഡ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. അത് വൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് കാണുന്ന ഡോറാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇവിടുത്തെ ഒരു വാർഡ്രോബിൻ്റെ വർക്കുകളെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫാബ്ടെക് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി ആണ് കേട്ടോ അവരുടെ ആ ഒരു ഫേം വരുന്നത്. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി ഭാഗത്താണ് വരുന്നത്. ഫാബ്ടെക് എന്നാണ് അവരുടെ ഫേമിൻ്റെ പേര്. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ഡോറില്ലേ, ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതും കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം നല്ല സൈസ് വരുന്ന രീതിയിലാണ് ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും ഇതാ ഇങ്ങനെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനെല്ലാം ഒരു ലൈറ്റ് കളർ തീമിൽ തന്നെ വരുന്ന ആ ഒരു ബ്ലൈൻഡ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലൊന്നും ഒരുപാട് വർക്കുകൾ അങ്ങനെ സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തോട്ടാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡോറുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് കാണുന്ന ഡോറ്, അത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം.
നമ്മൾ നേരത്തെ ഫസ്റ്റ് ബെഡ്റൂമിന് കണ്ടതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടാണ് കേട്ടോ ഈ ഒരു ബാത്റൂമും ചെയ്തെടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ യൂണിറ്റും എല്ലാം വരുന്ന രീതിയിൽ പോസ്റ്റ് മോഡേണായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ. ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊരു ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊരു റൂമും കൂടെ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്താണ് ആ ഒരു റൂം വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റെയർ കേസ്. ഇതിൻ്റെ റെയിലിങ് കൊടുത്തത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ GI പൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളർ തീമിലാണ് അത് ചെയ്തിട്ടുള്ളത്. വൈറ്റ് പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൂം. ഇവിടെ കട്ടിൽ കാര്യങ്ങൾ അങ്ങനെ ബെഡ്റൂമായിട്ടൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു സൈസ് വരുന്ന രീതിയിലൊരു റൂമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഇവിടെ കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂമിന് കോമൺ ബാത്റൂമൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളർ തീമൊക്കെ നമ്മൾ നേരത്തെ കണ്ട സെയിം തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ മുകളിലാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകളിലും ഈ ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ്. അവിടെ ഒരു ലാൻഡിങ്ങിൽ നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. സ്റ്റെയറിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റ് ആ ഒരു ഗ്ലോസി അല്ല കേട്ടോ, ആ ഒരു ഗ്രിപ്പ് വരുന്ന ടൈപ്പ് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോ ഉണ്ടല്ലേ, നല്ല വലിയ വിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളിൽ കണ്ടില്ലേ, ഗ്രിപ്പുള്ള ഗ്രാനൈറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയിലൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് ഈ ഒരു ലാൻഡിങ്ങിൻ്റെ മുകളിലായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ മുകളിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാളായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിൽ കൊടുത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 പാസേജ് പോലെയാണ് കേട്ടോ വരുന്നത്, എൽ ഷേപ്പിൽ. ഈ ഭാഗത്ത് ഇങ്ങനെ പർഗോള വിൻഡോ കൊടുത്തിട്ട് ആ ഒരു വാളിലൊക്കെ കണ്ടില്ല, ആ ഒരു ലൈറ്റ് ഇങ്ങനെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ അത്യാവശ്യം വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു ലൈറ്റ് കാണാനായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴത്തോട്ട് നോക്കിയാൽ ഒരു ഹാളിൽ നമ്മൾ കണ്ടില്ല, ഒരു വാള് ഇങ്ങനെ ടെക്സ്ചർ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ വ്യൂ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ദാ ഇങ്ങനെ ഒരു പാസേജാണ് വരുന്നത്. എന്നിട്ട് ഇവിടോട്ടൊരു റൂം വരുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമായിട്ടും സെറ്റ് ചെയ്യാൻ കഴിയും, ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു റൂമൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇവരൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് TV യൂണിറ്റ് അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വീട്ടിൽ താഴത്ത് TV ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊരു ഡ്രോയിങ് റൂമായിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് പുറത്തോട്ട് ഈ ഒരു പാസേജിൻ്റെ അറ്റത്ത് നിന്ന് പുറത്തോട്ടുള്ള ഈ ഒരു ഡോർ കണ്ടില്ലേ, ഇത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ ബാൽക്കണിയിലോട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു വീടിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു ഡിസൈനൊക്കെ, ആ ഒരു വുഡൻ തീമിൽ വരുന്നത്, അതൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ബാൽക്കണിയുടെ ഈ ഭാഗം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു വുഡൻ ഡിസൈൻ ആ ഒരു GI പൈപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പാടത്തോട്ടാണ് കേട്ടോ വ്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇനിയിപ്പോൾ അതാ ഇവിടെ മുകളിൽ നമ്മളിപ്പോൾ ഒരു റൂമാണല്ലോ ഈ ഒരു ഭാഗത്ത് കണ്ടത്. ഇനി ഈ ഒരു എൽ ഷേപ്പിൽ വരുന്ന പാസേജ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെയാണ് കേട്ടോ ബാക്കി 2 റൂമുകൾ വരുന്നത്, ബെഡ്റൂമുകൾ. അത് രണ്ടും സെറ്റ് ചെയ്തിട്ടില്ല, മുകളിൽ കട്ടിൽ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള വാളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൂമൊന്ന് കണ്ടു നോക്കാം. നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല കേട്ടോ, കാരണം കട്ടിൽ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. താഴത്ത് കണ്ടിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ്. 2 സൈഡിൽ വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോയുടെ ബ്ലൈൻഡ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ, ആ ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ബാത്റൂമിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. കട്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാത്റൂം വരുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഭാഗത്തൊരു ബെഡ്റൂമും കൂടെയാണ് വരുന്നത്. ജസ്റ്റ് അതും കൂടെ കണ്ടു നോക്കാം. ഇതിൻ്റെ ഉൾവശത്താണെങ്കിലും അങ്ങനെ കട്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഇവിടെ മുകളിലും അങ്ങനെ 3 റൂമുകളാണ് കേട്ടോ വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റാണ് അപ്സ്റ്റെയർ വരുന്നത്. താഴെ 1940 സ്ക്വയർ ഫീറ്റും. അപ്പോൾ ഇവിടെ എടുത്ത് കാണിക്കാനുള്ളത് ഈ ഒരു വിൻഡോ ആണ് കേട്ടോ, ഒരു ബേ വിൻഡോ മോഡലിൽ ഇത്രയും വീതിയിലാണ് കേട്ടോ ഈ ഒരു ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് സൈഡിലോട്ട് കാണാൻ കഴിയും.
അപ്പോൾ അതാ ഇവിടുത്തെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ യൂണിറ്റും എല്ലാം വരുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മുകളിൽ കാണാനായിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് ബാക്കിയുള്ളത് കിച്ചനാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടല്ലോ, ഒരു ലാൻഡിങ്ങിൻ്റെ ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്, അത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സിമ്പിൾ ഡിസൈനാണ്, എന്നാലും നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കാണാനുള്ളത് കിച്ചൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടത്തെ കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് എടുത്തിട്ട് കണ്ട് നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കിച്ചൺ വീഡിയോയുടെ വിശദമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ഡോറൊന്നും വരുന്നില്ല കേട്ടോ കിച്ചൻ്റെ എൻട്രൻസിൽ. ഇങ്ങനെ ഒരു എൻട്രൻസ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഡൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന്. പിന്നെ ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ കിച്ചൻ്റെ കളർ തീം ഇങ്ങനെ ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയും എല്ലാം നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വാളിൽ ഒരു 3D എഫക്റ്റ് വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ കിച്ചൻ്റെ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് സിങ്ക്, ഗ്യാസ് സ്റ്റവ്, വിറകടുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്ത് തന്നെ നല്ല വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. ഈ ഒരു ഗ്യാസ് സ്റ്റവും വിറകടുപ്പൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ട് തന്നെ സ്പൈസസ് ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ ഷെൽഫും കൂടി ഈ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം വിശദമായിട്ട് ഞാൻ കിച്ചൺ വീഡിയോ ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ കാണേണ്ടവർ ആ ഒരു വീഡിയോ എടുത്ത് കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നല്ല ഭംഗിയായിട്ടും സൗകര്യപ്രദമായിട്ടും ചെയ്തിട്ടുള്ള വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്